നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി മിനിമം താങ്ങുവിലയടക്കം പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. പ്രതികരണങ്ങളിലേക്ക്. റബ്ബറിന്റെ ഉൽപാദന ചെലവ്, മെയിൻ്റനൻസ്, അതുപോലെ തന്നെയുള്ള മറ്റ് ചെലവുകളെല്ലാം വളരെ കൂടുതലാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്യുകയോ സഹായങ്ങൾ ചെയ്യുകയോ ചെയ്യും, സബ്സിഡി ഉയർത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രൊഫസർ വിജയകുമാർ, ഒരു ചെറുകിട റബ്ബർ കർഷകനാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ റബ്ബർ കർഷകരെല്ലാവരും കേന്ദ്രമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തെ നോക്കിക്കാണുന്നത്. കാരണം റബ്ബർ കർഷക മേഖല ആകപ്പാടെ തകർച്ചയിലാണ്. വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. റബ്ബറിന് വിലയില്ല, കൂലി കൂടുതൽ. അതിൻ്റെയൊക്കെ ഫലമായി റബ്ബർ കൃഷി നഷ്ടമാണ്. ഇപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു 500 രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ റബ്ബർ കൃഷി തുടർന്നുകൊണ്ട് പോകാൻ കർഷകർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ രീതി തുടർന്നാൽ അധികം താമസിയാതെ കർഷകർ റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണുള്ളത്.